ഹലോ ഹായ്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ മറന്നു പോയോ? നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെക്കുള്ള ഈ ഒരു ക്ലോത്ത് കണ്ട, ഇതെനിക്ക് 2 മീറ്റർ തുണി മാത്രം കിട്ടിയിട്ടുള്ളൊരു ക്ലോത്തേനും. അപ്പോൾ അത് എനിക്ക് ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാനത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തോന്നി ഒരു കുർത്ത പോലെ തന്നെ ടോപ്പ് അടിച്ച് കളയാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനൊരു പാറ്റേൺ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ലെങ്ത്ത് മുതൽ നമ്മുടെ ആ ഹിപ്സിൻ്റെ ഒരു ഏരിയ വരെ ഉള്ള ലെങ്ത്ത് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അളവിനുള്ള ക്ലോത്ത് കുർത്താതെ എന്താണെങ്കിലും അത് കൃത്യമായി അവിടെ വെച്ചിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ആ ഒരു ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഷോൾഡറും എല്ലാം എടുക്കുന്നു, നമ്മളൊരു 1/2 ഇഞ്ച് അല്ല 1 ഇഞ്ച് എക്സ്ട്രാ വിടണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഹിപ്സിൻ്റെ ഏരിയ വരെയുള്ള മാർക്ക് അവിടെ മടക്കി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 2ആയി മടക്കിയിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2ആയി മടക്കി വെച്ചിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും സെൻറ്ററിന്. അപ്പോൾ നമ്മൾ താഴെ വരെ കട്ട് ചെയ്ത് കൊടുത്ത്. ഇനി ബാക്കി അത്രയേ ക്ലോത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ തുറന്ന് വെച്ചിട്ടാവുമ്പോൾ ഇത് നമ്മൾ കുറച്ചൊരു ഹിപ്സിൻ്റെ കുറച്ച് മുകളിൽ ആ ഒരു ലൈൻ കാണുന്നില്ല, ആ ഒരു ലൈൻ പോലെ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എസിമെട്രിക്കലി ഫ്രില്ല് വരുന്ന ആ ഒരു ഷേപ്പാണ് ഇതിന് കൊടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ക്ലോത്ത് തുറന്ന് വെക്കുക. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തന്നെ വെച്ചിട്ട് തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ആ ഒരു അത് എത്ര വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആ ഒരു ഹൈറ്റ് ഒരു കോർണറിന് നമ്മൾ മുകളിലേക്ക് അടുത്ത ഭാഗത്ത് കുറച്ച് ഹൈറ്റിൽ ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ച് കൊടുക്കുക. നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് വേഗം തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. ഇനി ഈ ഒരു ഷേപ്പ് നമ്മൾ 2ആയി മടക്കി വെക്കുമ്പോൾ ഈ ഒരു എസിമെട്രിക്കലായിട്ടുള്ള ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, താഴത്തെ ആ ഒരു ക്ലോത്ത് നമ്മളത് ലെവലാക്കി ആ ഒരു ലെങ്ത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഇതിന് കണക്കായിട്ട് ക്ലോത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് കുറവായതുകൊണ്ട് ഞാൻ കട്ട് പീസസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ക്ലോത്ത് ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു പീസ് തന്നെ ഇതേപോലെ ഒരു ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ, ആ ക്ലോത്ത് നമ്മൾ തുറന്ന് വെക്കുക. നമ്മൾ മുകളിലത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് തുറന്ന് വെച്ചതിന് ശേഷം അതിലും എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഞാൻ കട്ട് പീസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 3 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പീസ് തന്നെ ഇതേ ലെങ്ത്ത് കിട്ടുന്നുണ്ടെങ്കിൽ, ഇതേ ഒരു വീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പോൾ താഴത്തെ ബോർഡർ സ്ട്രെയിറ്റ് ലൈനായി വരുന്ന രീതിയിൽ ആ ഒരു എസിമെട്രിക് ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു കോണിന് കണക്കായി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യം ആ ലെങ്ത്തിലല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനെക്കാട്ടിയും കുറച്ച് നമുക്ക് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കണ്ട തുണിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് അത് അപ്പുറത്തെ ഭാഗത്തും അത് കൂടുതലുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കുറച്ച് കൂടുതൽ എടുക്കണം, എന്നാലും നമുക്ക് ഫ്രിൽസ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് 3 ക്ലോത്തും നമ്മൾ കൂട്ടി യോജിപ്പിക്കണം സ്റ്റിച്ച് ചെയ്തിട്ട്. ഈ 3 പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്കിലതും ഫ്രണ്ടിലതും ഇതുണ്ട് കേട്ടോ. അപ്പം ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ മുകളിലും താഴെയും വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന 3 പീസ് ഒരുമിച്ച് സൈഡായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ താഴെ കാണുന്ന 3 പീസും ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് സിംഗിൾ ക്ലോത്ത് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ആദ്യം കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ജോയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇത് ഡബിളായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് സിംഗിൾ ആക്കുന്നുണ്ട്. ബാക്കിലെയും ഫ്രണ്ടിലെയും കൂടിയാണിത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന 3 പീസും 2 ലെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ക്ലോത്തിൽ തന്നെ ഇത്രയും ഭാഗം എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫുൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം മനസ്സിലാകുന്നില്ലെങ്കിലും
അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രണ്ടിലെയും ഒന്ന് ബാക്കിലെയും അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് ഇത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ഒന്ന് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ബാക്കി 3 പാർട്ട് നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി വെച്ച ആ രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ ഇത് 3 നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കിലാണ്. ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഒരു കോർണർ ഉണ്ടായിട്ടില്ലേ, ആ കോർണർ ആ ഒരു അസിമെട്രിക് ആയിട്ടുള്ള ആ ഒരു കോർണറിന് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ക്ലോത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 3 പീസൊന്നും ആക്കാൻ നിൽക്കേ വേണ്ട. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു ക്ലോത്ത് കുറവായതുകൊണ്ട് ഞാൻ ഇതുപോലെ ആ ഒരു ക്ലോത്ത് ജോയിൻ ചെയ്ത് വെക്കുന്ന സ്റ്റെപ്പാണിത്. ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുറേ ക്ലോത്ത് ഉണ്ടെങ്കിൽ. ഈ രീതിയിൽ ഞാൻ അവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ ഇത് തുറന്നാൽ ഇതുപോലെ ഉണ്ടാവും, അപ്പുറത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ താഴേക്ക് വേണ്ടിയിട്ടുള്ളൊരു അസിമെട്രിക് ആയിട്ടുള്ള ബേസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും. നമ്മളിത് ജോയിൻ ചെയ്തെടുത്തിട്ട് പിന്നെയാണ് നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടുത്തെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് നല്ല സ്ക്വയറായിട്ട് ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതാണ് നെക്കിൻ്റെ ഡയമെൻഷൻ. ഒരു 6 ഇഞ്ച് ലെങ്ത്തും പിന്നെ ഒരു 4 ഇഞ്ച് വിഡ്ത്തിലും കട്ട് ചെയ്തെടുത്ത് നമുക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അപ്പോൾ കണ്ട ആ 3 സ്ഥലത്തും ഞാനിത് കണക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ക്ലോത്ത് ഇതുപോലെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആ ഒരു രീതിയിൽ തുണി മുറിച്ചെടുത്തിട്ട് നമ്മളിതുപോലെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് മുറിച്ചെടുക്കണം, എന്നാലേ നമുക്കവിടെ ഫ്രിൽസ് ഇടാൻ പറ്റും. കാണുന്നില്ല, ആ ഒരു ക്ലോത്തിനെക്കാട്ടി കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് മടക്കി അടിക്കുക. ആ ഒരു എൻഡ് മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് എന്നാലേ അത് വെക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ആ ഭാഗം മടക്കി അടിച്ചതിന് ശേഷം അത് ഈ മുകളിൽ നമ്മുടെ എസിമെട്രിക്കായി നമ്മൾ ആദ്യം കട്ട് ചെയ്ത ക്ലോത്തിനോട് ചേർത്തി വെച്ചിട്ട് അതിൻ്റെ നല്ല സൈഡിനോട് തന്നെ ചേർത്തി വെച്ചിട്ട് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് നമ്മൾ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നല്ല വശമല്ല, ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ മടക്കി അടിച്ച ആ താഴത്തെ തുണി ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി നമുക്കിത് ചെയ്തെടുക്കാനുള്ള എളുപ്പം. നമ്മൾ മടക്കി അടിച്ച് ഫ്രിൽസും വെക്കുമ്പോഴേക്കും ചിലപ്പം തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ ഡയറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈസി. അപ്പോൾ കണ്ടേ, ഫ്രിൽസും കൂടിയിട്ട് ഞാനത് ഡയറക്റ്റ് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് നല്ല ഫിനിഷിങ്ങായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രിൽസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജംഗ്ഷൻ ജോയിൻ ചെയ്തൊന്നും അങ്ങനെ കാണുന്നില്ല. ഇതൊരു 3 പീസ് ക്ലോത്ത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തതാണെന്നുള്ളതൊന്നും പെട്ടെന്നൊന്നും ആയിരിക്കും തിരിയില്ല, ഫ്രിൽസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് അവിടെ ജോയിൻ ചെയ്ത് വൃത്തിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിലെ ക്ലോത്തും നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇത് ഫ്രണ്ട് പീസാണെങ്കിൽ ബാക്ക് പീസും സെയിം രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് വരിക. അപ്പോൾ കണ്ട അവിടെയൊക്കെ സ്റ്റിച്ച് വന്നിട്ടുള്ളത് അതെനിക്ക് ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരേപോലെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായി നമ്മൾ ചെയ്താൽ അത് ഒരേ ജംഗ്ഷനിൽ ഒരേ സ്ഥലത്ത് വരും. മുകളിലും പിന്നെ മുകളിലത്തെ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതും താഴത്തോട്ടുള്ള ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാം കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അവിടെ കണ്ട അവിടെ അതേപോലെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നെക്ക് ഏരിയ ഫിനിഷ് ചെയ്യലാണ്. അപ്പോൾ നെക്കിൻ്റെ ഏരിയ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ക്ലോത്തേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പം ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസ് ക്ലോത്തിൽ നിന്ന് നെക്കിൻ്റെ ഏരിയയൊക്കെ എനിക്ക് കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടി ഒരു ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആവശ്യമില്ല, നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇത് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഈ ചെക്ക് ക്ലോത്ത് ബാക്കിയില്ല. അപ്പോൾ ഞാൻ വേറൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ്ങിനൊന്നും ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്വയറായി മുറിച്ചെടുത്ത റെക്റ്റാങ്കിളായി മുറിച്ചെടുത്ത 2 പീസ് ക്ലോത്ത് എടുക്കുക. നെക്കിൻ്റെ
ആ ഒരു സൈഡൊക്കെ കവറാകുന്ന രീതിയിൽ, അതിനെക്കാട്ടി കുറച്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ക്ലോത്ത് അവിടെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുന്ന ടോപ്പ് എടുത്ത് വെക്കുക. ആ ഒരു നെക്കിൻ്റെ കട്ടിങ്സ് കവറാകുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ വേണ്ടിക്ക് പിന്നൊക്കെ കുത്തി നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഇത്ര ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബ്രൗൺ ക്ലോത്ത് കറക്റ്റ് ആ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു നെക്ക് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പീഡായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻ ചെയ്യേണ്ടത് നമ്മൾ അവിടെയൊക്കെ നോച്ച് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് കട്ടാവാത്ത രീതിയിൽ ചെറിയ ചെറിയ നോച്ച് നമ്മൾ മടക്കി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നോച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ആ ബ്രൗൺ കളർ എന്നല്ല, നിങ്ങൾക്ക് സെയിം കളർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ അതിനോട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കൃത്യമായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പം ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ സെയിം ടൈപ്പ് ഒരു നെക്ക് തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രൗൺ കളർ നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താലും അത് പുറത്തേക്ക് കാണുമൊന്നുമില്ല. ഇതുപോലെ നല്ല ഫിനിഷിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ സൈഡിൽ റഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്രൗൺ മെറ്റീരിയലിൻ്റെ. അപ്പം നമുക്ക് പിന്നെ ആ ഒരു നൂല് പിന്നി ഇളകുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വൈഡായിട്ടുള്ള നെക്ക് കൊടുക്കാൻ കാരണം ഇതങ്ങനെ ഒരു പുറത്ത് ഇടുന്ന ടോപ്പായിട്ടല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടീഷർട്ടോ ഒരു ടോപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിത് പുറത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് ഇത് ഇങ്ങനെ പോയാൽ ഇത് ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നി. അപ്പോൾ ഇതിനൊരു പിന്നഫോർ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കി വെക്കുക. നടുക്കുന്ന് 2ആയി മടക്കി നീളത്തിൽ വെച്ചതിന് ശേഷം ആ ഒരു നെക്കിനുണ്ട്, ഞാനവിടെ നെക്ക് കുറച്ച് വൈഡായിപ്പോയോ എന്ന് തോന്നിയപ്പോൾ ഞാനവിടെ ഒരു ലേസ് പാറ്റേൺ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു നീളത്തിൽ മുറിച്ചെടുത്ത പീസ് ഉണ്ടല്ലോ, അത് ആ ലേസ് പോലെ മടക്കി അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു സ്ലീവ്സിൻ്റെ ലൈനിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് നമ്മളിത് നമ്മുടെ വേസ്റ്റ് ലൈൻ, നമ്മളെ വേസ്റ്റ് ആ ഒരു നമ്മൾ സ്കൂൾ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല പണ്ടത്തെ പിന്നഫോർ, അതിൻ്റെ ആ ഒരു വേസ്റ്റ് ലൈൻ വരുന്ന ആ ഒരു പോയിൻ്റ് എവിടെയാണോ എന്ന് വെച്ചാൽ നമ്മൾ തോളിന് താഴേക്ക് എത്രയാണോ അതെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് കുറച്ച് പുറത്തേക്ക്, അതായത് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ സ്ലീവ്സിൻ്റെ ലൈൻ കാണുന്നില്ല, നമ്മൾ അതിൻ്റെ താഴേക്ക് എടുക്കുന്ന ആ ലൈനിന് കുറച്ച് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം വരച്ചത് അതിന് നേരെയാണെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പം കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യണം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മടക്കി അടിക്കണമല്ലോ, അപ്പോൾ കുറച്ച് എക്സ്ട്രാ തുണി വെച്ച രീതിയിൽ കട്ട് കണ്ട കുറച്ച് പുറത്തേക്ക് കട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പിന്നഫോർ എഫക്റ്റ് വരും. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് റിയൽ ആയിട്ടുള്ളൊരു ടോപ്പിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ കയ്യിൽ വല്ല ടോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു മടക്കിനോട് ചേർത്ത് ഇത് മടക്കി ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. ആ ഒരു വേസ്റ്റിലേക്ക് കട്ട് ചെയ്ത ലൈൻ വരെ മടക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിലേക്ക് കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്കും മടക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മളുടെ ഇതേപോലത്തെ ഉടുപ്പ് പോലത്തെ ഡ്രസ്സും നമുക്കൊരു പിന്നഫോർ എഫക്റ്റ് ആക്കി കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ പഴയ ടോപ്പൊക്കെ ഉണ്ടാവും, നമുക്കത് ഇതുപോലെ പിന്നഫോർ എഫക്റ്റിൽ മാറ്റിയെടുക്കാം. പിന്നെ ചെറിയൊരു ബോ പോലത്തെ ഒക്കെ അവിടെ ഫിറ്റ് ചെയ്ത് ആ ഒരു ലേസ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടാൽ ചില ആൾക്കാർ ഇത് നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന ആപ്രൺ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കണ്ട. ഇത് നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു ടോപ്പായിട്ട് മാത്രം കണ്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊരു ടീഷർട്ടോ വല്ല എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏകദേശം ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഇതിൻ്റെ കുറച്ച് പീസ് തുണി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എന്താക്കി, നമ്മൾ ഒരു സ്ക്രഞ്ചിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ആ ബാക്കി വന്ന ക്ലോത്ത് വെച്ചിട്ട് ഒരു സ്റ്റൈലിഷ് സ്ക്രഞ്ചി ഉണ്ടാക്കി.
അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ടുള്ളൊരു ലുക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.